ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ, എൻ്റെ എല്ലാ വീഡിയോക്കകത്തും എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞായിരിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ണ് തുറന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോഴെല്ലാം കണ്ണ് അടഞ്ഞു ഇരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ ക്യാമറയെ നോക്കാത്തതുകൊണ്ടാണ് എൻ്റെ കണ്ണടഞ്ഞിരിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഉണ്ടല്ലോ, ക്യാമറ നോക്കാൻ എനിക്ക് ക്യാമറ നോക്കുമ്പോൾ എന്നെ നോക്കണമെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറ നോക്കണം. ഞാനങ്ങനെ കൺഫ്യൂഷനിലായിരിക്കും എന്തെങ്കിലുമായിട്ട്. പിന്നെ ഞാൻ എന്തെന്ന് പറയാൻ പോകുന്നതെന്നറിയാമോ? ഞാൻ 20 വർഷം ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിലെന്ന് പറഞ്ഞാൽ സൂററ്റിൽ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ, എൻ്റെ കെട്ടിയവന് ഒരു ബോധോദയം ഉണ്ടായി. എന്നോട് പറഞ്ഞ് നമുക്ക് ഈ അങ്ങ് UP പോയേക്കാം. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനെ എല്ലാ സാധനങ്ങളും പുറത്തു നിന്നൊക്കെ മേടിക്കേണ്ടതായിട്ട് വന്നില്ലേ. അങ്ങനെയൊക്കെ കൊറോണയോടുകൂടി എൻ്റെ കെട്ടിയവനൊരു ബോധോദയം ഉണ്ടായി, നമുക്കങ്ങ് UP പോയേക്കാന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ ശരി, UP എങ്കിൽ UP, കേരളം എങ്കിൽ കേരളം, ഗുജറാത്ത് എങ്കിൽ ഗുജറാത്ത്, എവിടെയെങ്കിലും ആട്ടെ, നമുക്ക് ഫാമിലിയായിട്ട് നന്നായിട്ട് ജീവിച്ചാൽ പോരെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാനൊരു പേടിയുണ്ടായിരുന്നു. എന്നു വെച്ചാൽ ഇവിടെ ലോ ആൻഡ് ഓർഡറൊക്കെ ഭയങ്കര ഇതല്ലേ. പക്ഷെ എന്നാലും യോഗി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഞാനോർത്ത് നമുക്ക് സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ എന്തൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയനോട് പറയാം, നിങ്ങളുടെ നാട്ടിൽ എപ്പോഴും അങ്ങ് അടിയും പിടിയും ബഹളവും കുത്തും വിട്ടുമൊക്കെ അല്ലേ. അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒന്നും അറിയത്ത് പോലും ഇല്ലല്ലോ, എന്നെ അങ്ങനെ അവിടെ കണക്കൊന്നിടുകയോ എല്ലാം ചെയ്യണം, എന്തോ ചെയ്യും. അപ്പോൾ എന്നോട് പറയാം അങ്ങനൊന്നും ഇല്ല, പിന്നെ ഏതായാലും നീ വന്ന് നോക്കുക, നമുക്ക് 2 വർഷം അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് നമുക്ക് സൂററ്റിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഞങ്ങൾ എന്നെ എൻ്റെ പിള്ളേരെയും കുറേ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളങ്ങ് സമ്മതിച്ചു. എന്നാൽ ശരി നമുക്കൊന്ന് പോയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ UP വന്നു. പിന്നെ ആവശ്യത്തിന് കുറേ സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് ഇലഹബാദിൽ വന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ വരുമല്ലോ, നമുക്ക് ഇങ്ങോട്ട് പോരേണ്ട വഴിയിൽ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നപ്പോഴുണ്ടല്ലോ, എനിക്ക് ഇവിടുത്തെ ഓട്ടോ കണ്ടപ്പോൾ തന്നെ ആദ്യം വളരെ സങ്കടം വന്ന്. ഒരു ചെറിയ കുഞ്ഞ് സൈസിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഓട്ടോ, ഞാനിതുവരെ അങ്ങനത്തെ ഇത് കണ്ടിട്ടേ ഇല്ല ആയിരുന്നു. അപ്പോൾ ഞാനോർത്താ നമുക്കിപ്പോൾ ഓട്ടോ എങ്ങനെയായാലും നമുക്കെന്തോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി വഴി കൂടി ഞങ്ങൾ റോഡിൽ കൂടി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ മെയിൻ റോഡാണ് കേട്ടോ. മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഇലഹബാദിൽ നിന്ന് ബനാറസിൽ പോകുന്ന മെയിനായിട്ടുള്ള റോഡാണ്. ഇത്ര ശോചനീയമായ ഒരു റോഡ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഗ്രാമത്തിലോട്ട് പോകുന്ന റോഡ് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ 100% നല്ലതാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനത്തെ റോഡ് ഞാൻ ചെറുപ്രായത്തിൽ പോലും കണ്ടതായിട്ട് എനിക്ക് കേരളത്തിൽ ഓർമ്മയില്ല. ഗുജറാത്തിലൊട്ടുമേ കണ്ടിട്ടില്ല അങ്ങനത്തെ റോഡ്. അത്രയ്ക്ക് അതിൻ്റെ കൂടെ പൂഴിയും പിന്നെ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുഞ്ഞു റോഡിൻ്റെ സൈഡിലെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണുമല്ലോ. ഞാനും എൻ്റെ പിള്ളേരും ഭയങ്കര ഇൻട്രസ്റ്റോട്, എൻ്റെ കെട്ടിയവനും ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് പുള്ളിക്ക് വലിയ ഇതൊന്നുമല്ല. ഞങ്ങളിത് ആദ്യമായിട്ടല്ലേ UP കാണുന്നത്. ഇപ്പം ഞങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ഇങ്ങനെ 3 പേരും കൂടെ വഴി സൈഡിലെല്ലാം ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ അന്ന് മുതൽ ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന അവിടെ 30 കിലോമീറ്റർ ഉണ്ട്. അവിടെ വരെയും ഒരു വലിയ റോഡിൻ്റെ ഇരു സൈഡിലും കുറേ പശുക്കളും കുറേ പിന്നെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ചാണകവും കാണും, കുറേ പശുവും കാണും, എരുമയും കാണും. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഇവരൊക്കെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ എരുമയും പശുവിനെയൊക്കെ, നമ്മളൊക്കെ വീടിൻ്റെ പുറകിലോ അല്ലെങ്കിൽ ഒരു സൈഡിലോ ഒക്കെ അല്ലേ, പക്ഷേ ഇവർ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. എനിക്കിതൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവം പോലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അപ്പോൾ ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചു, അപ്പോൾ എല്ലാവരും ചെറിയ വീടാണെങ്കിലും കട്ടയൊക്കെ കെട്ടി ഒരുമാതിരി കുഴപ്പമില്ല. ഞാനിപ്പം മനസ്സിൽ വിചാരിച്ച് ഈ UPയിൽ പണക്കാരൊന്നും ഇല്ല, വലിയ ബംഗ്ലാവും വലിയ വീടുകളുള്ളവരൊന്നും ഇവിടെ ഒന്നും ഇല്ല എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചേ. കാരണം 30 മീറ്റർ വന്നിട്ടും വലിയ വീടുകളൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ടാണ് ചെറിയ വീടുകളും പിന്നെ അപ്പം ഞാൻ എന്നാലും മനസ്സിലിങ്ങനെ വിചാരിച്ച് ഇവരുടെയൊക്കെ ചെറിയ വീടാണെങ്കിലും ഇവരുടെയിലൊക്കെ കാശ് ഇഷ്ടം പോലെ കാണുമായിരിക്കുമല്ലോ. കാരണം ഇത്രയും പശുവും പിന്നെ എരുമയൊക്കെ കറക്കുമ്പോൾ പാലൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് അതിനകത്തുനിന്ന് വരുമാനമല്ലേ. അപ്പോൾ ഞാൻ ഓർത്ത് അവരുടെ കയ്യിൽ കാശൊക്കെ ഉണ്ട് എന്തുവായാലും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓരോന്നൊക്കെ വിചാരിച്ചിങ്ങനെ വന്ന്
കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ താമസിക്കുന്ന സ്ഥലത്തെത്തി. തരക്കേടില്ലാതെ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്നും പാല് മേടിക്കാനായിട്ടൊരു വീട്ടിൽ പോവുക. പാല് മേടിക്കാനായിട്ട് ആ വീട്ടിൽ പോകുന്ന പെണ്ണ് മരുമോള് പെണ്ണാണ്. അപ്പോൾ ഞാൻ അവളോട് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഇവളെ ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ കണ്ടപ്പോൾ അങ്ങ് ചിരിയും കൂടെ വന്ന്. ഇവള് ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും തലയിൽ സാരി ഇട്ടിട്ടുണ്ടല്ലോ, ഒരു കൈ എപ്പോഴും ഈ സാരിയിൽ ഇങ്ങനെ കാണും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഇറിറ്റേറ്റ് ഒന്നും ആകുന്നില്ലേ എപ്പോഴും ഈ സാരിയിൽ ഇങ്ങനെ പിടിച്ച് തലയിലോട്ട് ഇങ്ങനെ കയറ്റി ഇടുമ്പോൾ? അത് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ശീലിച്ച് പോയില്ലേ. ഇപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ നിന്നെ പോലെ എല്ലാവരെ പോലും ബാച്ചുലറായിട്ടുള്ള പെൺപിള്ളേരൊക്കെ ആയിരുന്നില്ലേ, പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിയുന്നതോടുകൂടി ഞങ്ങൾക്ക് ഈ സാരിയൊക്കെ ഉടുത്തേ പറ്റുള്ളൂ. എന്നിട്ട് അവളുടെ തലയിലെ സാരി മാറ്റിയിട്ട് എന്നോട് കാണിച്ചു തന്നത് കണ്ടോ, എൻ്റെ തലയിൽ മുടിയെല്ലാം പൊഴിഞ്ഞു പോയി, ഈ സാരി ഇങ്ങനെ ഇട്ടിട്ട് തലയിലെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയെന്ന് ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത്, നീ എന്തിനാ പിന്നെ ഈ സാരിയൊക്കെ ഇട്ടിട്ടുണ്ട് തലക്കിൾ നടക്കുന്നത്, അതൊക്കെ എടുത്തൊക്കെ കളയണോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ ഇവിടെ അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ അമ്മായിമ്മ വഴക്ക് പറയും, പിന്നെ അമ്മായിപ്പനൊക്കെ വഴക്ക് പറയും. അത് തന്നെയല്ല, സമൂഹത്തിൽ നിന്ന് എല്ലാവരും പിന്നെ ഞങ്ങളെ ഒറ്റപ്പെടുത്തത്തില്ലേ എന്നൊക്കെ ഇവളെന്നോട് ഇങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടാൽ എടുത്തിയാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക്, അപ്പോൾ അവൾക്ക് 2 ആൺപിള്ളേരാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് 2 ആൺപിള്ളേരല്ലേ, അപ്പോൾ നിനക്ക് മരുമകളുമാർ വരുമല്ലോ, അപ്പോൾ അവരോട് ഇങ്ങനെയൊന്നും നീ ചെയ്യരുത് കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും പിന്നെ ഒക്കെ അനുവദിക്കണമെന്ന് ഞാനിങ്ങനെ ഉള്ളവർ ഭയങ്കര വലിയ ഉപദേശം പോലെ ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ അവളെന്നോട് പറയാണ്, അതൊന്നും പറ്റത്തൊന്നുമില്ല, പിന്നെ എനിക്ക് മരുമോൾ വന്നാലും സാരിയൊക്കെ ഉടുത്തേ പറ്റുള്ളൂ, ഇതേപോലെ തലേ തുണിയൊക്കെ ഇട്ടേ പറ്റുള്ളൂ എന്നൊക്കെ ഇവളെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ, എനിക്ക് ഈ സാരി ഇടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, അപ്പോൾ പിന്നെ മരുമോൾക്ക് ഫ്രീഡം നീ കൊടുക്കണ്ടേ. അപ്പോൾ പറയാം, അത് പറ്റത്തില്ല, അത് അന്നേരം ഉണ്ടല്ലോ നമ്മളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും, പിന്നെ എൻ്റെ മരുമക്കളോടും ആരും മിണ്ടാതാവും, എൻ്റെ മക്കളോടും പിന്നെ മിണ്ടാതാവും, പിന്നെ ഞങ്ങളോടൊക്കെ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് പോയി കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യമേ. പക്ഷേ അതേപോലെ ഇവിടുത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, എല്ലാവരും തലയിലിങ്ങനെ സാരി ഇട്ടുകൊണ്ട് നടക്കും, പക്ഷെങ്കിലുണ്ടല്ലോ അവരുടെ ദേഹം മുഴുവനും കാണും. പിന്നെ ഈ സൈഡിൽ ഇവിടെയും വയറും പിന്നെ അതേപോലെ പുറവും എല്ലാം കാണും, പക്ഷെങ്കിൽ മുഖം കാണത്തില്ല, തലയും കാണത്തില്ല, ബാക്കി ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കാണാം. അങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ അതേപോലെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ അമ്മായിമ്മമാരുടെ കാര്യം എങ്ങനെയാണെന്നറിയാമോ? വേറൊരു കഥ ഇവിടെ പറഞ്ഞുതരാമേ. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നേ, സൂററ്റിലുള്ളപ്പോഴേ. അപ്പോൾ ഇവളുണ്ടല്ലോ എന്നും അമ്മായിമ്മയുടെ കാല് തിരുമ്മി കൊടുക്കണേ. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ ഇടയാണ്. അപ്പോൾ കല്യാണം കഴിയുമ്പോഴത്തേക്കിന് സന്ധ്യയൊക്കെ ആകുമ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവളെന്നോട് പറഞ്ഞ്, ഞങ്ങളുടെ വീട്ടിലാണ് 10-20 പേരുണ്ട്, ഇവരെല്ലാം അത്താഴം കഴിച്ച് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ പോലെ രാത്രി 10 മണിയൊക്കെ ആകും. പിന്നെ ആണെങ്കിൽ ഈ പ്ലേറ്റെല്ലാം പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് അമ്മായിമ്മയാണെങ്കിൽ ബെഡ്റൂമിലോട്ട് വിടുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഞാനിവളോട് പറഞ്ഞ്, അപ്പോൾ ഇവളെന്നോട് പറഞ്ഞ്, ഈ തള്ളച്ചയാണെങ്കിൽ എന്നും കാല് തിരുമാനായിട്ട് പിടിച്ചിരുത്തുവേ. കാല് തിരുമാനായിട്ട് ഇരുത്തിയാലുണ്ടല്ലോ 12 മണി വരെയൊക്കെ രാത്രി 12 മണി വരെയൊക്കെ ഇവരുടെ കാല് തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കണം. എത്ര തിരുമ്മിയാലും ഇവർക്ക് മതിയാകത്തില്ലേ. അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നതെന്നറിയാം, ഒരു ദിവസം ഈ തള്ളയുടെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ടയില്ലേ പിടിച്ചൊരൊറ്റ തിരിച്ചു കൊടുത്ത്, എന്നിട്ട് അവർ ആ കാലും കൊണ്ട് അവർ 1.5 മാസത്തോളം നടന്ന് കാല് ശരിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരുടെ കാല് ശരിയായില്ല. അപ്പോൾ അതിൽ പിന്നെ ഉണ്ടല്ലോ ഇവളെ ഒരിക്കലും കാല് തിരുമാനായിട്ട് വിളിച്ചിട്ടേ ഇല്ലെന്ന് അവളെന്നോട് പറഞ്ഞു. അങ്ങനെ ഇവിടെ മരുമക്കളാണെങ്കിൽ അമ്മായിമ്മമാരുടെ കാല് തിരുമ്മി കൊടുക്കണം, തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം, തലമുടി കെട്ടി കൊടുക്കണം. അതേപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ പണിയോടെ പണി. ഇവിടെ ആണെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ സൊസൈറ്റി മുഴുവനും ബ്രാഹ്മിൺസ് സൊസൈറ്റി. എൻ്റെ ഹസ്ബൻഡ് ബ്രാഹ്മണനായതുകൊണ്ട് ഇവിടെ ഞങ്ങൾ അങ്ങനെയുള്ള സൊസൈറ്റിയിൽ ഇവിടെ എല്ലാ സൊസൈറ്റി തിരിച്ചാണ് താമസിക്കുന്നത്. ബ്രാഹ്മിൺസ് അല്ല ഒരിടത്ത്, ബ്രാഹ്മിൺസ് താമസിക്കുന്നിടത്ത് ഇവർ കാണും, എന്തോ ടാക്കൂർ അവർ കാണും.
പിന്നെ ഒന്നോ രണ്ടോ യാദവരൊക്കെ കാണും. അതല്ലാതെ വേറെ കാസ്റ്റൊന്നും അവർ അടുത്തോട്ട് അടുപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാനെന്താ പറഞ്ഞിട്ട് മറന്നുപോയി. എന്നിട്ട് ഈ ഈ ഈ നേരം വെളുക്കുമ്പോൾ മുതലുണ്ടല്ലോ മരുമക്കൾക്ക് പണിയോടെ പണിയാണ് എന്നും പറഞ്ഞ്. പിന്നെ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്നാൽ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കൽ, പിന്നെ അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കൽ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ, എൻ്റെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു കലത്തി ചോറൊക്കെ ഇട്ട് വെച്ചേക്ക്. അത് പിന്നെ ഞങ്ങൾ അത്താഴം വരെ കഴിക്കും. പിന്നെ മീൻ കറിയോ അങ്ങനെ അവിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികൾ ഒരു നേരം, ഉച്ചയ്ക്ക് ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഞങ്ങൾ അതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ കാര്യമാണ് പറയുന്നത്. നേരം വെളുക്കുന്ന പണി രാത്രി ആയാലും തീരത്തില്ല. എന്തുവാ പാത്രം കഴുകലും ആഹാരം ഉണ്ടാക്കലും. രാവിലെ എല്ലാം ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി അതിനുള്ള കറികളെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ 4 മണിക്ക് ചായയും അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ അതും ഇതും എല്ലാം കൂടെ ഇവർ ഈ പപ്പടങ്ങളും അതും ഇതും എല്ലാം ഉണ്ടല്ലോ എന്നെ കൊണ്ട് ഉണ്ടാക്കി അങ്ങ് വെപ്പിക്കും. എന്നിട്ട് പിന്നെ 4 മണിയാകുമ്പോൾ ഇതെല്ലാം വറുത്തും കോരിയൊക്കെ അങ്ങ് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഈ ചപ്പാത്തി ആയതുകൊണ്ട് നേരത്തെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. അന്നേരം ചൂടോടല്ലേ കഴിക്കേണ്ടത്. പിന്നെ രാത്രി അത്താഴമാകുമ്പോൾ പിന്നെയും ഉണ്ടാക്കണം. അങ്ങനെ 4 നേരം ഈ ആഹാരം വെപ്പും പാത്രം കഴുകലും തൂക്കലും വാരലും തുടക്കലും. പിന്നെ അടുക്കള ഇത്രയും 4 നേരം ആഹാരം ഉണ്ടാക്കുമ്പോൾ അടുക്കളയും വൃത്തികേടാകത്തില്ല. അപ്പോൾ ഇതും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ പകൽ മുഴുവൻ അതിൻ്റെ ഇടയിൽ തൂക്കണം, വാരണം, തുണി വിരിക്കണം, തുണി അടുക്കി പറക്കി വെക്കണം, പൊടി തുടയ്ക്കണം, എന്തെല്ലാം പണികളുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ കാര്യം തന്നെയായാലും അതെ. നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ ഈ പണി തന്നെ, പണിയാണ്. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ മരുമക്കൾക്കൊന്നും യാതൊരു വിലയില്ല. ഞാൻ കണ്ടിടത്തോളം ഉണ്ടല്ലോ, മരുമക്കൾക്ക് യാതൊരു വിലയില്ല. അവർ വെറും ഒരു പണിയന്ത്രം മാത്രമാണ്. നേരം വെളുക്കുമ്പോൾ അവർക്കങ്ങനെ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയലോ അല്ലെങ്കിൽ എന്തുവാ ഒരു വസ്ത്രം സ്വന്തമായിട്ട് ഇടണമെന്നുള്ളൊരഭിപ്രായമോ ഒന്നുമില്ല. അവരുടെ ഭർത്താക്കന്മാരെന്ത് പറയുന്നു അതേപോലെ അവർ ജീവിക്കും. കാരണം ഇവിടെ ജീവിച്ചവർക്കൊന്നും, ഇവിടെ ജനിച്ചു വളർന്നവർക്കൊന്നും ജീവിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേങ്കിലുണ്ടല്ലോ പുറത്ത് പോയിട്ടൊരു പെണ്ണ് ഇവിടെയൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇവിടെ പിന്നെ UP-യിൽ അവർക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അവർ തിരിച്ച് അങ്ങ് പോകും. അങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ. മരുമക്കളാണെങ്കിൽ പുറത്തോട്ട് പോകാനൊന്നും ഇവിടെ സമ്മതിക്കത്തില്ല. അമ്മായിമ്മ ഇല്ലെങ്കിൽ പിന്നെ അവരാകട്ടെ രാജാവ്. ഞാനിവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ വല്ലപ്പോഴൊക്കെ പോകും. എന്തെങ്കിലുമൊക്കെ പൂജകളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ വീട്ടിൽ വന്ന് വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പൂജയ്ക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഞാൻ എൻ്റെ പ്രായത്തിലുള്ളവരോടല്ലേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മായിമ്മ ഓടി വരുവേ, എന്തോ നമ്മൾ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന് ഇങ്ങനെ നിൽക്കും. പിന്നെ അമ്മായിമ്മ പോയി കഴിയുമ്പോഴേ പിന്നെ ഈ പാവങ്ങൾ നമ്മളോട് പിന്നെ സംസാരിക്കുകയുള്ളൂ. 5 മിനിറ്റ് നിന്നാലുണ്ടല്ലോ ഇവർ 5 മാസത്തെ കാര്യങ്ങൾ നമ്മളോട് പറയും. ഇങ്ങനായിരുന്നു, അങ്ങനായിരുന്നു, അവരെങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്. ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും പിന്നെ മനസാക്ഷി സൂക്ഷിപ്പുകാർ എന്നോട് എല്ലാ കാര്യങ്ങളും പറയുവേ. എനിക്കാണെങ്കിൽ അവരെക്കാളും വലിയ ടെൻഷൻ എനിക്കുണ്ട്. എന്നിട്ട് ഇവരെല്ലാം എന്നോട് എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെയൊക്കെ ഇവിടുത്തെ സ്ത്രീകളുടെ കാര്യം. സ്ത്രീകൾക്ക് യാതൊരു വിലയും നിലയോ ഒന്നുമില്ല. ഇങ്ങനെ എന്തുവാ പുരുഷൻ്റെ ഒരു കളിപ്പാട്ടം പോലെ ഇങ്ങനെ ജീവിച്ച് നരകിച്ച് തീരാൻ. പിന്നെ വേറൊരു കാര്യം, ഇവരൊക്കെ ചിരിക്കാൻ മറന്നവരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്കാണെങ്കിലുണ്ടല്ലോ എത്ര ടെൻഷൻ വന്നാലും എന്തൊക്കെ കാര്യം വന്നാലും ഉണ്ടല്ലോ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ടൈപ്പിലുള്ള. അന്നേരം ഉണ്ടല്ലോ ഞാൻ ഇഷ്ടം പോലെ അങ്ങ് കരയുകയും ചെയ്യും. എനിക്ക് വായി വരുന്ന അതും ഇതൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റത്തേ ഇല്ല. എനിക്ക് ഈ മൂഡ് ഔട്ടായി പോകൊണ്ടിരിക്കാനേ അറിയില്ല. അത് ആരായാലും എവിടെ ആയാലും എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ടെൻഷനൊക്കെ വരും പോകും, അതൊക്കെ വേറൊരു കാര്യം. പക്ഷേങ്കിൽ ഈ നമ്മളെ വഴിയിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ആരുടെങ്കിലും എന്തെങ്കിലും ഒക്കെ ചിരിക്കുവാണെന്നുണ്ടല്ലോ ഇവർ നമ്മളോട് തിരിച്ച് ചിരിക്കത്തൊന്നുമില്ല. അവർ കാര്യങ്ങളൊക്കെ പറയും, എല്ലാ കാര്യങ്ങളും ഒക്കെ പറയും. പക്ഷേങ്കിൽ അവരുടെ മുഖത്തൊരു ചിരിഭാവമേ കാണത്തില്ല. അപ്പോൾ ഞാനവർക്ക് ഈ സ്ത്രീകളൊക്കെ ചിരിക്കാൻ മറന്നുപോയവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ മുതലേ അവർ ടെൻഷനകത്തല്ലേ ജീവിക്കുന്നത്. അമ്മായിമ്മ ഡെയിലി ഇങ്ങനെ
മെൻ്റൽ ടോർച്ചറിങ് ഒക്കെ ചെയ്യുന്നവരായിരിക്കുമല്ലോ. എപ്പോഴും എത്രയായാലും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം ഒരു നരകം തന്നെയല്ലേ. അതുകൊണ്ട് ഇവർ ചിരിക്കാൻ മറന്നുപോയ സ്ത്രീകളൊക്കെ ഞാനിവരെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ.